അന്ന് ഒരു ഓർഡർ ഇല്ലായിരുന്നു. ചിലപ്പോൾ എന്തായാലും എൻസൈറ്റ് എടുത്ത് വായിക്കും, ചിലപ്പോൾ ഫിസിക്സിൽ ഏതോ ടഫ് ചാപ്റ്റർ ചിലപ്പോൾ എൻസൈറ്റ് എടുത്ത് വായിക്കുന്നുണ്ടാവും, ഗൈഡൊക്കെ എടുത്ത് വായിക്കും. ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ കയറിയപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ ഹാങ് ഓവറായിട്ട് ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാണ്ട് ഇങ്ങനെ പോയിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലേ, ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റിസൾട്ട് ലാസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയാം. ഫസ്റ്റ് കാലഘട്ടം അപ്പം ആ സെൽഫ് ബോധം വന്നില്ലായിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു. കാരണം അപ്പോൾ പിന്നെ നിന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാസ്ക് തന്നെ ഒന്ന് പറഞ്ഞതാ, ഇവനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് എന്നല്ലേ പറഞ്ഞപ്പോഴേ നമുക്കും പിന്നെ ഒരു റിലേഷൻ ഉണ്ട്. ഈ നിന്നെ കുറിച്ച് പറയലും ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആസിം അല്ലേ, ആസിം അബ്ദുൽ ഖാദർ. എന്താണ് ഉപ്പല്ലേ അബ്ദുൽ ഖാദർ? ഗ്രാൻഡ് ഫാദർ. ഉപ്പൊക്കെ എന്താ വീട്ടുകാരൊക്കെ എന്താ ചെയ്യുന്നത് ജോലി കാര്യം? ഫാദർ ടീച്ചറാണ്, മദർ ഫാർമസിസ്റ്റാണ്. സിബ്ലിങ്സ് ഞാനാണ് മൂത്ത്. താഴെ 3 ആൾക്കാരുണ്ട്, 2 അനിയനും 1 അനിയത്തി. ഓക്കെ. പിന്നെ എന്താണ് വൈ നീറ്റ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എന്നിട്ട് ഫാദറാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച്, അപ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓപ്പ് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ വരുന്നത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. മെയിനായിട്ട് ഫാദറാണ് സജസ്റ്റ് ചെയ്തതല്ലോ, അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അതായത് പിന്നെ ഈ ഭയങ്കര സമാധാനത്തിൽ പറഞ്ഞാൽ കേട്ടോ. നീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്കിപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്തേ ഭയങ്കര കുറേ പഠിക്കാനുണ്ട്, കുറേ കോമ്പറ്റീഷനാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാലും കുറേ പഠിക്കാനുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവമാണ് ശരിക്ക് കാഴ്ചപ്പാടിൽ. MBBS 5-5.5 കൊല്ലം MBBS പഠിക്കണം, PG പഠിക്കണം, കുറച്ച് കാലം എടുക്കുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ ഇത്ര അറിയാം, ഓൾറെഡി ഞങ്ങൾക്ക് അറിയാലോ സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആദ്യം അറിയില്ലേ, എത്ര കൊല്ലം പഠിക്കാനുണ്ടെന്നൊക്കെ അറിയില്ലേ. അതേപോലെ തന്നെ ഇപ്പം ഈ നീറ്റും അത്യാവശ്യം പിന്നെ പഠിക്കാനുണ്ട്. ഭയങ്കര കോമ്പറ്റീറ്റീവ് സംഭവമാണ്. ഇടയ്ക്ക് ഇതേപോലെ ചൊറകളൊക്കെ വരും. നീറ്റ് കോപ്പി എന്താണ് ചോർന്നോ കോപ്പി അടിച്ചെന്നോ റീ നീറ്റ് ഒക്കെ വന്നില്ലേ. ഇത്ര ഈ കോൺട്രവേഴ്സിൻ്റെ ഇടയിലും ഞാൻ നീറ്റ് എഴുതാം എന്ന് വിചാരിക്കാൻ എന്താണ് ഫയർ? ഉപ്പ പറഞ്ഞതാണോ അത് വേറെ എന്തെങ്കിലും ഉണ്ടോ? നീറ്റ് കിട്ടി കഴിഞ്ഞുള്ള ഈ ഡോക്ടർ എന്നുള്ളൊരു ആ പ്രസ്ഥാനം ഉണ്ടല്ലോ, അതൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ പിന്നെ വീട്ടുകാരുടെ ഭാഗത്തുള്ള മോട്ടിവേഷനും നല്ലൊരു തന്നെയാണ്. നല്ലത് തന്നെയാണ്. ഇങ്ങനെ മറ്റേ സിനിമയിൽ കേൾക്കുന്ന മാതിരി പിന്നെ ഇത് നല്ലൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇതല്ലാതെ എനിക്ക് വേറൊരു ഇതുണ്ടായിരുന്നില്ല എന്ന് അങ്ങനെയല്ല. കറക്റ്റ് പറയാണ്ട് പഠിക്കണേ. ഇത് 10 മാസം കഷ്ടപ്പെട്ട് പഠിച്ചില്ലേ, പിന്നെ 1 കൊല്ലം 1 മാസം പിന്നെയും പഠിച്ചു റീനീറ്റ്. ഇതിനൊക്കെ ഒരു അത്യാവശ്യം ഒരു ഉള്ളൊരു സാധനം വേണ്ടേ? അത് ഇവിടുന്ന് വന്നതെന്ന് ഞാൻ ചോദിക്കണേ. പണ്ട് മുതലേ ഡോക്ടറാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെ വെച്ചാൽ ഇല്ല, ഞാൻ എടുത്തായിട്ടാണ്, അതായത് +2 കഴിയാൻ നേരത്താണ് ഡോക്ടർ റിപ്പീറ്റ് ചെയ്യാനുള്ള തീരുമാനം. ഇന്റഗ്രേറ്റഡ് സ്കൂളിലാണ് പഠിച്ചത് അല്ലേ? പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു +2 കാലഘട്ടം? പഠിച്ചതിലേറ്റാണെങ്കിൽ അപ്പം ആ സെൽഫ് ബോധം വന്നില്ലായിരുന്നു. പഠിക്കുന്ന സമയത്ത് ബോധം വന്നില്ല. അങ്ങനല്ല, പഠിക്കണം, അതാണ് ഡോക്ടറെ റിപ്പീറ്റ് ചെയ്യാൻ കയറിയപ്പോഴാണ് കുറച്ചുകൂടി പഠനം കുറച്ചുകൂടി ഇതായത്, ക്രമം വന്ന് ഒന്ന് ഉഷാറായത്. പിന്നെ അങ്ങനെ കേട്ടിട്ടുണ്ട്. നിയാസ്ക് ഇങ്ങനെ പറയും, അതായത് ഒരുത്തനുണ്ട് എനിക്ക് എങ്ങനെയും നമ്മളെ മറ്റേ D ടീമിൽ ഒരുത്തനും ഇങ്ങനെ ഫോട്ടോ അയക്കുന്നു ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി മൂപ്പർ ഇങ്ങനെ നിൻ്റെ ഓരോ ഫോട്ടോ ഇങ്ങനെ ഫോട്ടോ എന്തിനാ അതിൻ്റെ പിന്നിൽ ചെയ്തോ ഈ കാര്യം എന്തിന്? ഒന്നില്ല, ഈ പാത്തിലൂടെ പോകുമ്പോൾ ആ ചേഞ്ചസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അത് അങ്ങനെ സാറ് നോക്കൂലുള്ള ഇതിൽ ഇട്ടതാണ് സംഭവം. പക്ഷെ സാറ് നോക്കി. നമ്മളെല്ലാം നോക്കലൊക്കെ ഉണ്ട്. എനിക്ക് ഇതേമാതിരി വേറെ ഏതോ ഒരു കുട്ടി ഇതേമാതിരി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അയച്ചു തരും. നീ ഇത് വെറൈറ്റി ആയിട്ട് ഫോട്ടോ, നിന്റെ ഫോട്ടോ ഇടയ്ക്ക് പിന്നെ ഷർട്ടിനകത്ത് ഫോട്ടോ ഒന്നും അയച്ചില്ലല്ലോ. പിന്നെ അങ്ങനത്തെ നല്ല രസമുണ്ടായിരുന്നു. കാരണം അപ്പോൾ പിന്നെ നിന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാസ്ക് തന്നെ ഒന്ന് പറഞ്ഞതാ, ഇവനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് എന്നല്ലേ പറഞ്ഞപ്പോഴേ നമുക്കും പിന്നെ ഒരു റിലേഷൻ ഉണ്ട്. ഈ നിന്നെ കുറിച്ച് പറയലും ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായി. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഇപ്പം +2 നീ ഇൻ്റഗ്രേറ്റഡ് പഠിക്കാൻ പോയി. ആ സമയത്ത് നീ വരുത്തിയ മിസ്റ്റേക്ക് എന്താ? +2 ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ പോയി. നമ്മൾ തന്നെയാണ് ഒബ്വിയസ്ലി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എന്ത് കോച്ചിങ് ആണെങ്കിലും നമ്മൾ തന്നെയാണ് അതിൻ്റെ ഒരു 70% ആൾക്കാർ. നമ്മൾ ഉഴപ്പിയാൽ പിന്നെ ആരും എവിടെ പോയിട്ടും കാര്യമില്ല. നമുക്കറിയാലോ സ്റ്റൈല്. അപ്പോൾ ഈ +1 +2 സമയത്ത് ഈ കുറച്ച് മിസ്റ്റേക്സ് വരുത്തിയിട്ടില്ലേ? എന്തൊക്കെയാന്ന് പറയും. എന്തൊക്കെയാ വെച്ചാൽ എനിക്ക് നല്ല ട്രാവൽ ചെയ്യാണ്ടായിരുന്നു. വീട്ടിൽ പോയിരുന്നു. ഓക്കെ. അപ്പോൾ ഒന്നാമത് അതിൻ്റെ ക്ഷീണം ഉണ്ടാവും. രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങും വീട്ടിൽ നിന്ന്.
വൈകുന്നേരം 6 മണിക്കാണ് തിരിച്ചെത്തുക. പിന്നെ വൈകുന്നേരം തിരിച്ചെത്തി ഒരു 10 മണി 10:30 ആകുമ്പോഴേക്ക് കടന്നുറങ്ങുകയും ചെയ്യും. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലൊരു ഒന്നെങ്കിൽ പുറത്തൊക്കെ പോവും, പിന്നെ പഠിക്കാനുള്ള ടൈം ഇല്ല. ബോക്സിങ്ങിന് പോയിനി അന്ന്? ഇല്ല, അന്നില്ല. അത് ബോക്സിങ് 10ാം ക്ലാസ്സിൽ ബോക്സിൻ്റെ പഠിച്ചില്ലേ? എന്നിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അന്ന് ഒരു ഓർഡർ ഇല്ലായിരുന്നു. ചിലപ്പോൾ എന്തായാലും NCERT എടുത്ത് വായിക്കും, ചിലപ്പോൾ ഫിസിക്സിൽ ഏതോ ടഫ് ചാപ്റ്റർ ചിലപ്പോൾ NCERT എടുത്ത് വായിക്കുന്നുണ്ടാവും. അതേസമയം വേറെ ഏതോ സിമ്പിൾ ചാപ്റ്റർ നോട്ട് നോക്കാണ്ട് അങ്ങനെ ഒരു ഗൈഡൊക്കെ എടുത്ത് വായിക്കുന്നു ഞാൻ. അതൊരു ഓർഡർ ഇല്ലാത്ത ChatGPT നോക്കുമായിരുന്നോ? ChatGPT ഒക്കെ നോക്കിയില്ല? ഫോണില്ലേനോ? ഫോണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ലായിരുന്നു. അന്ന് കിട്ടില്ല. മനസ്സിലായി. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞ ശേഷം പ്ലസ് 2 മാർക്കൊക്കെ എത്ര വന്നു? പ്ലസ് 2 മാർക്ക് നീറ്റിന് 300 പ്ലസ് 2 ബോർഡിനോ? CBSE 80%. 80%. 300 മാർക്ക് 80%. ഇവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ ഒരു വർഷത്തെ ഒരു ജേണി ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ കയറി. ഇപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു പണി കൊപ്പിച്ച് ഇങ്ങനെ ടാബ് കളിച്ച് അങ്ങനെ കുറച്ച് ടാബൊക്കെ ഒന്നും ചാടിയില്ല. ടാബിന്ന് തുടക്കത്തിൽ തന്നെ ആ ഒരു പ്ലസ് 2ൻ്റെ ബാക്കിയായിട്ട് കളിച്ച് ഹാങ് ഓവറായിട്ട് ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാണ്ട് ഇങ്ങനെ പോയിരുന്നു. പിന്നെയാണ് മെല്ലെ മെല്ലെ ഒരു കയറി വന്നത്. ഇങ്ങനെ പഠനം ഓർഡറാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങി. ഡോപ്പിലത്തെ ഈ ഒരു ഓർഡർ ഫോളോ ചെയ്ത് വന്നത്. അപ്പോഴാണ് ഇങ്ങനെ മെല്ലെ മെല്ലെ മാർക്ക് കൂടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കളിച്ചൊത്തി എന്നാൽ നടക്കൂല, ഓർഡറായിട്ട് പോയ തന്നെ വേണമെന്ന്. ഡിസിപ്ലിൻ കൊണ്ടുവന്ന് അപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ മാർക്ക് കൂടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട്. അപ്പോൾ പിന്നെ ഒരു മോട്ടിവേഷൻ കയറി, ഇത് നടക്കും, കിട്ടും. അങ്ങനെ പിന്നെ കുറച്ചുകൂടി നല്ലൊരു കൂട്ടി കൊണ്ടുവന്നിട്ട് ഞാൻ ഈ നിലയെത്താൻ പറ്റി. ഈ നിലയെത്തിപ്പിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഈ പ്രിപ്പറേഷൻ സമയത്ത് എന്തെങ്കിലും ഡൗൺഫോൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ ഒരു മിഡിലൊക്കെ? ഡൗൺഫോൾ എടുക്കുന്ന ഡൗൺഫോൾ വരും, ചിലപ്പോൾ കൂടും, ചിലപ്പോൾ നല്ല തായും. ഞാൻ നോക്കാറില്ല. എന്തായാലും ആയിക്കോട്ടെ, എന്തായാലും ഉണ്ടാവും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലേ, ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റിസൾട്ട് ലാസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയാം. ഓക്കെ, ഇനി അവിടെ എത്തി. അപ്പം ഈ അക്കാഡമിക്സിൻ്റെ പുറമെ പിന്നെ ആദ്യം എന്നുള്ള വ്യക്തികളിൽ ഈ ഒരു കൊല്ലം എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്? വ്യക്തി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോട്ടെ, അത് നിങ്ങൾക്ക് മുന്നത്തിനേക്കാട് വിവരം നിങ്ങൾക്ക് കൂടിയിട്ടുണ്ട്. അല്ലാതെ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ആക്സ് എ വ്യക്തി ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അത് കുറച്ചെണ്ണം പറയാം. അത് പറയാനുള്ള കാരണം എന്താ അറിയോ? ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ കുറേ പേർക്ക് ഇതൊരു കംഫർട്ടബിൾ സംഭവമല്ലല്ലോ. നീറ്റ് ഒരിക്കലും ഈ ട്രെയിനിങ് ആണ് സംഭവം. ട്രെയിനിങ് ഈസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ തിങ്. അത് ഒരിക്കലും കംഫർട്ടബിൾ അല്ല, പണിയുണ്ട്. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ നേടും ചെയ്യും. ഇപ്പം ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പം മിലിറ്ററി ട്രെയിനിങ് ഒക്കെ പോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് മേ ബി പിന്നെ എക്സാം സമയത്ത് ഏതെങ്കിലുമൊക്കെ വരാൻ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്. അപ്പം നീ എന്ന വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എന്തൊക്കെ ചേഞ്ചസ് വന്നു? നല്ലതായിരുന്നോ? നല്ലതായിട്ട് തന്നെ ഒന്ന് സ്ട്രോങ്ങർ ആവാനും മൈൻഡ് സെറ്റ് ആക്കാനും അതേപോലെ തന്നെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ മൈൻഡൊക്കെ ഒന്ന് ഫോക്കസ് ആവാൻ പറ്റി. പിന്നെ ഇൻട്രൂസീവ് തോട്ട്സ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും നമുക്ക്. എന്ത് തോട്ട്സ്? ഇൻട്രൂസീവ് തോട്ട്സ്. നമ്മൾ ബുക്കും മാത്രമാണല്ലോ ഉണ്ട്. അപ്പം പല ചിന്തകൾ ഇങ്ങനെ വരും. അതിനൊക്കെ ഒന്ന് ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനൊന്ന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫിസിക്കലായിട്ട് അറിയുകയാണെങ്കിൽ ഞാൻ കുറച്ച് തടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് റെഡിയാക്കി. തടി കുറഞ്ഞു ഓടുന്നിട്ട്? ഓക്കെ, അങ്ങനെ തന്നെ കുറേ വന്നേ നല്ലതാണ്, അതെനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ നല്ലതാണെന്ന് ഈ പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം മാർക്കുണ്ട് അല്ലേ? 635 മാർക്കാണ് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് 635 മാർക്ക് വന്നില്ല വിചാരിക്കും. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, പേടിക്കണ്ട, ടെൻഷനാണ്. അതൊന്നും സംഭവം മര്യാദക്ക് ആൻസർ ചെയ്ത് നോക്കിയിട്ടില്ലേ? ഇനി നിങ്ങൾക്കൊരു 500 മാർക്കാണ് വന്നു വിചാരിക്കും. അപ്പം ഒരു കൊല്ലം ഈ മര്യാദക്ക് ട്രെയിൻ ചെയ്തു, നന്നായിട്ട് പഠിച്ചു. ആ ഒരു സിറ്റുവേഷനിൽ ആണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ എന്ത് തീരുമാനം എടുക്കുക? എന്തേക്കാരം എൻ്റെ ഒരു മാനസികാവസ്ഥ? ഇപ്പോൾ ഈ ഒരു കൊല്ലം മെനക്കെട്ട് ഇതിൻ്റെ റിഗ്രറ്റ് വരുമോ, അതോ ഇനി എന്താ ചെയ്യുക? വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. റിഗ്രറ്റ് എഴുതി ഞാൻ ആദ്യം തീരുമാനിച്ചാൽ എന്ത് പറ്റിയാലും ഇപ്പോൾ കിട്ടിയിട്ടൊരു റിഗ്രറ്റ് എഴുതി എന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ റിപ്പീറ്റ് കയറി ഉണ്ടാവേക്കും, അല്ലെങ്കിൽ ഉള്ള മാർക്ക് കൊണ്ട് വേറെ എവിടെയെങ്കിലും കിട്ടുന്ന സാധനം കൊണ്ടുപോകും. എന്നാലും ഒരു കൊല്ലം ട്രെയിൻ ചെയ്തതിന് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും. റിഗ്രറ്റ് അതാ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ നീ ഒരു അക്കാഡമിക്സ് ഇപ്പം LKG മുതൽ തുടങ്ങിയ ആൾക്കാരാണല്ലോ. പഠനം ഓരോ തുടങ്ങി ബിൽഡ് ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ നിൻ്റെ ഈ ഒരു ജേണിയിൽ
നിന്നെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ശരിക്കും? ഒരു ടീച്ചറോ ഒരു വ്യക്തിയോ സുഹൃത്തോ നമ്മുടെ കസിൻസോ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം അതായത് ഞാൻ പറയട്ടെ, നമ്മൾ ഏകദേശം 10ാം ക്ലാസ്സിൽ 4-5 ലക്ഷം ആൾക്കാർ 10ാം ക്ലാസ് എക്സാം എഴുതുന്നുണ്ട്. അതിൽ കുറച്ച് പേര് സയൻസ് എടുക്കും, അതിന് കുറച്ച് പേര് നീറ്റ് എഴുതും, അതിന് കുറച്ച് പേരാണ് ഈ റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അത് കുറച്ച് സെലക്റ്റഡ് ഓഡിയൻസ് ആണ് ഇതിന് വില്ലിങ് ആകുന്നത്. അപ്പോൾ അതിനൊക്കെ എന്തായാലും ഫയർ വേണം. അപ്പോൾ ഒരു കൊല്ലം ഇവിടെ ഇരുന്നിട്ട് പഠിച്ച് ഇവിടെ ഇരുന്ന് പഠിച്ച് ആ ഒരു സാധനമൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം എനർജി എന്തെങ്കിലും സാധനം വേണം, എല്ലാം നടക്കില്ല. ആ എന്തായിരുന്നു ആ ഒരു ഫയർ? വ്യക്തിയോ ഇൻഫ്ലുവൻസ് എന്തെങ്കിലും ഉണ്ടോ? മെയിനായിട്ട് പാരൻസ് തന്നെ മതിയാ. പാരൻസിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ടും മോട്ടിവേഷനും എന്നാണ് മെയിനായിട്ട് എനിക്ക് ഈ ഒരു പാത്ത് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു. എന്താ അവർ ചെയ്യുക? എന്ത് സപ്പോർട്ടാണ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു? സപ്പോർട്ട് വെച്ചാൽ മെൻ്റലായിട്ടും ഉണ്ടാവും. ഇനിയിപ്പോൾ വേറെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒരു സഹായിച്ചു തരും. ഫസ്റ്റ് അതിന് നിൽക്കുക എന്താ വെച്ചാൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫാദർ പറയുന്നത് ഡോക്ടർ ആവാം. അപ്പോൾ ഞാൻ ഒരു ഇതിൽ നിന്ന് പിന്നെയാണ് ഒരു ഐഡിയ കിട്ടി. എന്താ പറയണ്ടത് പറഞ്ഞോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ സംസാരിക്കാനല്ല ട്രെയിൻ ചെയ്തത്, ഈ നീറ്റിനാ. സംസാരിക്കാനൊക്കെ ഇനി അവസരം വരുന്നേ ഉള്ളൂ. കോളേജിലൊക്കെ കയറിയാലേ അടിച്ചു വിളിച്ച് സംസാരിക്കുക. അത് നോക്കി ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ മതി. അതായത് ഇപ്പം ഈ +2 വരുന്ന സമയത്ത് ഈ ഡോക്ടറെന്ന് അങ്ങനത്തെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. +2ന് ശേഷമാണ് തുടങ്ങിയത്. ഓക്കെ, ഒരു കൊല്ലത്തൊരു ആഗ്രഹം, അതിന് വേണ്ടി പണിയെടുത്തു. ഓക്കെ, പറഞ്ഞു. മെയിനായിട്ട് പാരൻസിൻ്റെ ഭാഗത്തുള്ള മോട്ടിവേഷൻ തന്നെയാണ്. പിന്നെ അതേപോലെ ഇവിടെ നിന്ന് ഡോക്ടർ എന്ന ഇതായിട്ട് പിന്നെ ഉള്ള ഒരു ബെനിഫിറ്റ്സും അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു മോട്ടിവേഷൻ കിട്ടിയത്. പിന്നെ അതേപോലെ ഇവിടെ നിന്നുള്ള സപ്പോർട്ടും കിട്ടി. ഇവിടുത്തെ എന്തായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം? ഇപ്പോൾ ട്രെയിനിങ്ങിൽ ഡോപ്പൻ്റെ ഒരു കണ്ടല്ലോ, സിസ്റ്റം കണ്ടല്ലോ, ഇത് ഏറ്റവും ഇഷ്ടം എന്നല്ല ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നിയത് എന്താ? സിസ്റ്റം ഞാൻ മെയിനായിട്ട് ഡോപ്പ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഞാൻ നല്ല ഉറങ്ങും. ഇവിടെ 8 മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ട്. എനിക്ക് നല്ല 8 മണിക്കൂറോടെ ഉറങ്ങുന്നത്. നൈറ്റ് ബാച്ചും മോർണിംഗ് ബാച്ച് 10:00 പോയാൽ രാവിലെ 6:00 വരെയല്ലോ. അത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഇതാണ്. കാരണം ഉറക്കത്തിൻ്റെ എനിക്ക് വലിയൊരു ഞാൻ +2 പഠിക്കുമ്പോൾ ക്ലാസ് മൊത്തം ഉറങ്ങല. അവനെ ഞാൻ റെസിഡൻസിൽ എടുത്ത്. അതുകൊണ്ട് എനിക്ക് അത് മെയിനായിട്ട് എനിക്ക് നല്ല എൻ്റെ ഭാഗത്ത് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിട്ട്. പിന്നെ അതേപോലെ റിവിഷൻ പ്ലാൻ ഇവിടുത്തെ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അതിനാണ് ആ റിവിഷൻ ആയതാണ് ഒന്നുകൂടി ഒന്ന് മേത്തേക്ക് കയറി നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഇവിടുത്തെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം പറയും, ചിലത്തും ഉണ്ടാവുമല്ലോ. അതായത് ഇത് വേണ്ടായിരുന്നു അങ്ങനെ തോന്നിയൊരു സംഭവം പറയും. അങ്ങനെയൊന്നുമില്ല, ഞാൻ സീരിയസ് ചോദിക്കാട്ടോ. നമുക്ക് അടുത്തതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല, തോന്നിയില്ല. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നു. ഓക്കെ. അപ്പം എനിവേ പിന്നെ അത്യാവശ്യം ഇപ്പോൾ നീ സംസാരിക്കുന്നതൊന്നും നോക്കണ്ട, നമ്മളിങ്ങനെ പറഞ്ഞ് അടുത്തിലെത്തും. പിന്നെ +2 80% മാർക്ക്, 300 നീറ്റിലെ സ്കോർ ഉണ്ടായിരുന്നത്. ആ സമയത്തൊരു ആവേശത്തിൻ്റെ പുറത്ത് കയറി ഉള്ള പണി വൃത്തിക്ക് എടുത്തു. അല്ലെങ്കിൽ തോന്നിയില്ലേ ഉള്ള പണി വൃത്തിക്ക് എടുത്തില്ലേ? എടുത്തു. ഇപ്പം 635 മാർക്കുണ്ട്. എന്തായാലും നല്ല കോളേജിൽ തന്നെ കയറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ തന്നെ ഒരു ബെസ്റ്റ് 3 കോളേജിനുള്ളിൽ നീ ഉണ്ടാവും. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി എന്താ ചെയ്യും? നീറ്റ് കിട്ടി എന്താണ്? പിന്നെ കുറേ ആൾക്കാർ ഓപ്പൺലി പറയാം, പിന്നെ ഈ നീറ്റ് കുറേ പഠിക്കാനുണ്ട്. കാരണം ഒബ്വിയസ്ലി ഡോക്ടേഴ്സ് പിന്നെ നമ്മളെ ഫാമിലിയിൽ ചികിത്സിക്കുന്ന പരിപാടിയാണിത്. അതായത് ഒരാളെ മനുഷ്യൻ്റെ ജീവൻ വെച്ചുള്ള പരിപാടി ആയതുകൊണ്ട് അത്യാവശ്യം പഠിക്കാനുണ്ട്. 10 കൊല്ലം പഠിക്കാനുണ്ട് എന്തായാലും മിനിമം. അതായത് 5 കൊല്ലം 5.5 കൊല്ലം നീ പഠിച്ചാൽ നീക്ക് നല്ല ഡോക്ടർ ആവാം. പിന്നെ അത്രയും പേഷ്യൻസിനൊക്കെ നീ കണ്ട് അതിൽ എക്സ്പേർട്ട് ആവും. പക്ഷെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെന്ത് പഠിക്കാനുണ്ട്. അപ്പം നിൻ്റെ പ്ലാൻ എന്താ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എവിടെയെങ്കിലും പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ? PGയിലോ അങ്ങനെ എന്തെങ്കിലും? ഇപ്പം അതിനെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഇനി അത് ജനറൽ മെഡിസിൻ കഴിഞ്ഞിട്ട് നോക്കാനുള്ള MBBS കഴിഞ്ഞിട്ട് ആലോചിക്കൂ. ഇപ്പോൾ ഈ +2ന് ശേഷം നീറ്റ് ആലോചിച്ച പോലെ കഴിഞ്ഞിട്ട് ആലോചിക്കൂ. ഓക്കെ, ഇങ്ങോട്ട് നിർത്തിക്ക് പഠിക്കും അതിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും സന്തോഷമുണ്ട്. കാരണം പിന്നെ നിന്നെങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണലുണ്ട്. ഇപ്പം എൻ്റെ ഫോട്ടോ കാരണം നിയാസ്കമ്മോട് എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. D ടീമിൽ ഇങ്ങനെ ഫോട്ടോ വരുന്നുണ്ടേ, ഇന്ന് ഇവൻ അയച്ചിട്ടുണ്ട് ഫോട്ടോ എന്ന് പറയും. രസമുള്ള പരിപാടിയാണ്, നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. പിന്നെ ഇനി അങ്ങോട്ട് കോളേജിൽ ജോയിൻ ചെയ്യുക, ആ സമയത്ത് ഗ്യാപ്പിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ഇവിടെ ഉണ്ടാവണം. പിന്നെ നല്ലൊരു കോളേജിലൊക്കെ പോകുമ്പോൾ നല്ലൊരു ഡോക്ടറെ പോലെ തന്നെ ബിഹേവ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്നൊക്കെ എന്ത് വരും, 2 സെക്കൻഡ് ഇയറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓരോ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വരും. ഇത് നോക്കിയിട്ട് പറഞ്ഞോണ്ടാ, നമുക്കൊന്നും അറിയണ്ടാവില്ല. ഇത് നോക്കിയിട്ട് പറഞ്ഞോണ്ടാ. അത് ഫാമിലിയിൽ ഫസ്റ്റ് ഡോക്ടറാണോ? ഇല്ല, കസിൻസ് കുറച്ച് ആൾക്കാരുണ്ടോ. എവിടെയൊക്കെ പഠിച്ചതാ? ആലപ്പുഴ പഠിച്ചിട്ടുണ്ട്.
പിന്നെ ആലപ്പുഴ ഉണ്ടാവും. അപ്പോൾ എന്തായാലും പിന്നെ ആസിം നല്ല ഫസ്റ്റ് റിപ്പീറ്റിംഗ് തന്നെ നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റിയത്. അത്യാവശ്യം പണി എടുത്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ എത്താൻ പറ്റിയത്. എന്തൊക്കെ തമാശ പറയുകയാണെങ്കിലും പണി നല്ല എടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ അപ്പം ഇനി എഴുതാൻ പോയി 2027 എഴുതാൻ പോകുന്ന കുറേ ആൾക്കാരുണ്ട്, കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ട്, 26 എഴുതി 27 ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത് ഫൈനൽ സംഭവം? നമ്മൾ ഒരെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും. അതിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവുള്ളൂ. അത് തിരുത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും അടുത്ത പ്രാവശ്യം എഴുതിയിരിക്കണം. അത് എഴുതി നല്ലൊരു പരിശ്രമം നടത്തിയാൽ എന്തായാലും കിട്ടും. പിന്നെ ആസിം വളരെ ഇങ്ങനെ പറഞ്ഞാലും പണിയെടുക്കണം എന്നുള്ളതാണ്. ഇപ്പം ആസിമിന് അറിയുന്ന എന്താണ്, നന്നായിട്ട് പണിയെടുക്കാൻ ഇപ്പോൾ അറിയാം അല്ലേ. ഒരു സാധനം വിചാരിച്ചാൽ അത് അതിന് പിറകെ കൂടി അത് ഫോളോ അപ്പ് എടുത്ത് പിന്നെ ചെറിയ ചെറിയ ഡിഫക്റ്റ് സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഇല്ല നിയർ പെർഫെക്ഷൻ ആയിട്ട് ഇങ്ങനെ പോവുക. ഒന്നും പെർഫെക്ഷൻ ആയിട്ട് നടക്കുന്നില്ല. നിയർ പെർഫെക്ഷൻ ആയിട്ട് ഇങ്ങനെ പോയി ആ ഒരു ഗ്രാജ്വലി എന്ത് ചെയ്യുക റിസൾട്ട് ഉണ്ടാക്കാൻ ആസിമിന് അറിയാം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ ബാക്കി ആസിമി റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ബാക്കി ആഘോഷങ്ങളിലൊക്കെ ആയിട്ട് നമുക്കിവിടെ ഉണ്ടാവും. പിന്നെ കാണാം അല്ലേ. ഓക്കെ, ബൈ.